Hi, hello, welcome to once. So, this session we will look at engineering thermodynamics KT question paper solution module 4 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ MET 2021 കോഡ് engineering thermodynamics. അപ്പോൾ അതിൽ നമ്മൾ ജൂൺ 2022 ഇതിലാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2019 സ്കീം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പാർട്ട് എ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മോഡ്യൂൾ 4 സിലബസ് അല്ലെ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ബേസിക്കലി പ്യൂർ സബ്സ്റ്റൻസ് ആണ്, പിന്നെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, പിന്നെ ട്രിപ്പിൾ പോയിന്റ്, പിന്നെ പ്രോപ്പർട്ടീസ് ഡ്യൂറിങ് ചേഞ്ച് ഓഫ് ഫേസ് ചേഞ്ച് നടക്കാൻ നേരത്തുള്ള പ്രോപ്പർട്ടീസ്, അത് TV, PV, TS ഡയഗ്രംസ് കേസ് നമ്മൾ നോക്കുന്നുണ്ട്, HS ഡയഗ്രാം, പിന്നെ മോളിയർ ചാർട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഡ്രൈനസ് ഫ്രാക്ഷൻ, സ്റ്റീം ടേബിൾസ് കാര്യങ്ങൾ, അതേപോലെ പ്രോപ്പർട്ടി കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. സ്റ്റീം ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ എൻതാൽപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ എടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു നോളേജ് നിങ്ങൾക്ക് വേണം, എങ്ങനെയാണ് നമ്മൾ സ്റ്റീം ടേബിളിൽ നിന്ന് വാല്യൂസ് കാര്യങ്ങൾ എടുക്കണമെന്ന്. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് മോഡൽ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, വാണ്ടർ വാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. പിന്നെ എക്സ്പാൻഷൻ, കംപ്രസിബിലിറ്റി, ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്, കംപ്രസിബിലിറ്റി ചാർട്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് മോഡ്യൂൾ 4 വരുന്ന സിലബസ്. അപ്പോൾ സിമ്പിളാണ്, ബട്ട് സ്റ്റിൽ ഒരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതില്ലേ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്റ്റീം ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കണം അറിയണം, ഫേസ് ചേഞ്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിലാണ് ഈ ചാപ്റ്ററിൽ എന്താ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർട്ട് എയിലെ 7th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ സ്റ്റീം ടേബിൾസ് ആൻഡ് സാച്ചുറേഷൻ സ്റ്റേറ്റ്സ്, വാട്ട് ഫോർ ദേ യൂസ്ഡ്, അല്ല എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റീം ടേബിൾ എന്ന് പറയുന്ന നേരത്ത് എന്താ, ഗീവ് ദി എനർജി ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെ സാച്ചുറേറ്റഡ് വാട്ടറും സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെയും എന്താണ് എനർജി പ്രോപ്പർട്ടീസ്, അല്ലെ എനർജി ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ് തന്നെയാണ് എന്ത് സ്റ്റീം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ 32 to 705ഉം അതേപോലെ തന്നെ പ്രഷറിൻ്റെ ബേസിൽ എന്താ 0.0884 to 3:2 ആണ്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റീം ടേബിൾ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ എഴുതാവുന്നേ ഉള്ളൂ അല്ലേ സ്റ്റീം ടേബിളിൽ എന്താണ്. പിന്നെ അതേപോലെ ഓരോ നൊട്ടേഷൻ, T ടെമ്പറേച്ചർ, P പ്രഷർ, V സ്പെസിഫിക് വോളിയം ഓഫ് സാച്ചുറേറ്റഡ് ലിക്വിഡ്, VF, VG എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. അതേപോലെ കോമ്പിനേഷൻ സ്പെസിഫിക് വോളിയം ഓഫ് ചേഞ്ച് ഓഫ് വേപ്പറൈസേഷൻ ആണ് ഈ VFG. പിന്നെ H എൻതാൽപ്പി, സിമിലർലി Hൻ്റെ ഡിനോട്ടേഷൻ, S എൻട്രോപ്പി, Sൻ്റെ ഡിനോട്ടേഷൻ, അതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് നന്നായിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ച 3 മാർക്കിനാണ് വാട്ടർ സ്റ്റീം ടേബിൾസ്, സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ്. അപ്പോൾ അതാണ് ഓരോ പോയിന്റിലെ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്സ് ജസ്റ്റ് പറയണത്. അപ്പോൾ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, മിക്സ്ചർ അല്ലെ, ചിലപ്പോൾ സ്റ്റീമിലാവാം, അല്ലെ വേപ്പറിലാവാം, ഇല്ല ലിക്വിഡ് ആവാം. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ഓഫ് സാച്ചുറേഷൻ ഡിഫൈൻസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ മിക്സ്ചർ ഓഫ് വേപ്പർ ആൻഡ് ലിക്വിഡ് ക്യാൻ എക്സിസ്റ്റ് ടുഗദർ. രണ്ടും കൂടി ഒരുമിച്ചായിട്ടാണ് എന്ത് സാച്ചുറേഷൻ സ്റ്റേറ്റിൽ വരുന്നത്. അതുപോലെ ടെമ്പറേച്ചർ അറ്റ് വിത്ത് വേപ്പറൈസേഷൻ ഒക്കേഴ്സ് ഫ്രം എ ഗിവൺ പ്രഷർ ഈസ് കോൾഡ് എന്താണ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും, ഇല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. അതുപോലെ പ്രഷർ അറ്റ് വിത്ത് എന്താണ് വേപ്പറേഷൻ നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയും. ക്ലിയർ? സോ 3 മാർക്കിനാണ് ഇത് സഫീഷ്യൻറ്റ് ഇനഫ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഡ്രോ ദി TS പ്ലോട്ട് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്, ഷോ വേരിയസ് കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി ലൈൻസ് ഓൺ ഇറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രാഫ് TS നമ്മളോട് പറഞ്ഞിരിക്കുന്നത് TS ഡയഗ്രാം ആണ്. സോ പ്യുവർ സബ്സ്റ്റൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസാണ്. ഡ്രോ ദി TS പ്ലോട്ട് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ഷോ വേരിയസ് കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി ലൈൻസ് എന്നാണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസിലുള്ള TS ഡയഗ്രാം ടെമ്പറേച്ചർ, S എൻട്രോപ്പി ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കാണാം, ആ ഒരു ഡയഗ്രാം വരച്ചേക്കണം. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, സബ്സ്റ്റൻസിന് ഒരു ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഉള്ളതിനെയാണ് നമ്മളെന്ത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ ആവട്ടെ, എയർ ആവട്ടെ, നൈട്രജൻ ആവട്ടെ, അതൊക്കെ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അതൊരു സിംഗിൾ എലമെന്റ് ആവണമെന്നില്ല, മേ ബി എന്താ ഒരു കോമ്പൗണ്ട് ആവും. 2 or more ഫേസസ് എന്താ പ്യുവർ സബ്സ്റ്റൻസ് ആയി വരാറുണ്ട്. അപ്പോൾ TS ഡയഗ്രാം ഒരു CO2യുടെ കേസാണ് ഇവിടെ കാണിച്ചേക്കണം. A2F എന്ന് പറഞ്ഞ ഒരു ടിപ്പിക്കൽ എന്താണ് ഐസോബാറിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. Aയിൽ നിന്ന് F വരെയും പോണത് സീരീസ് ഓഫ് റിവേഴ്സിബിൾ ഐസോപ്രോസിക് പ്രോസസ്സ് എന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ AB എന്ന് പറഞ്ഞാൽ എന്താ ഐസോബാറിക് ഹീറ്റിംഗ് ആണ്, സോളിഡ് ടു ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതേപോലെ BC എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോബാറിക് തെർമൽ മെൽറ്റിംഗ് ആണ്. CD ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ ഐസോബാറിക് ഹീറ്റിംഗ് ഓഫ് ലിക്വിഡ് ടു ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതേപോലെ DE ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇയിലേക്കുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ ഐസോബാറിക് ഐസോതെർമൽ വേപ്പറൈസേഷൻ ആണ്. ഇനി അതേപോലെ ഇയിൽ നിന്ന് Fലേക്ക് മേലിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഐസോബാറിക് ഹീറ്റിംഗ് ഓഫ് വേപ്പർ, സൂപ്പർ ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ദി BC ഓരോ കേസിലും BCയുടെ അടിയിലുള്ളതാണ് എന്ത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ പർട്ടിക്കുലർലി ടെമ്പറേച്ചർ ഏരിയ അണ്ടർ ദി DE എന്ന് പറയുന്ന കേസിൽ എന്താ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. സിമിലർലി ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താ ഏരിയ അണ്ടർ എനി സബ്ലിമേഷൻ ലൈനാണ് എന്ത് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അതിൽ വരുന്നത്. വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല പാർട്ട് എയിൽ ചോദിച്ചേക്കുന്നത്.
രണ്ട് ക്വസ്റ്റിൻ്റെ കേസിൽ സാച്ചുറേറ്റഡ് വേപ്പർ ക്വാളിറ്റി 0 ആകുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്, അതേപോലെ 1 ആകുമ്പോഴേക്കും സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള ഇതും കൂടി എഴുതാം. നമുക്ക് ആ ഒരു ഗ്രാഫും കൂടി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതും കൂടി ഞാനത് പറഞ്ഞു നേരത്തെ വിട്ടുപോയി. നമ്മളൊരു കോമ്പ് വരക്കാൻ നേരത്ത് രണ്ട് റീജിയനായിട്ട് ഒരു സബ് കൂൾഡ് ആയിട്ടുള്ള ലിക്വിഡ് റീജിയനുണ്ട്, ഇല്ല സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം റീജിയനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് മൊത്തത്തിൽ അതൊരു ലിക്വിഡ് സ്റ്റേറ്റ്, ഇല്ല ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ മൊത്തത്തിൽ എന്താണ് ആ ഒരു വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്തണം. അതിൻ്റെ ബിറ്റ്വീൻ വരാൻ നേരത്ത് എന്താണ് കോമ്പിനേഷൻ ഓഫ് 2 ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ്. എന്താണ് സ്റ്റീം ടേബിൾ, സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്സ്, എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത്, അതേപോലെ TS പ്ലോട്ട് ഡയഗ്രം. ക്ലിയർ? അപ്പോൾ 3 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പാർട്ട് എയിൽ വരുന്നത്. ഇനി മൂവിങ് ഓൺ ടു പാർട്ട് ബി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 17th ക്വസ്റ്റ്യൻ ആണത്. എക്സ്പ്ലെയിൻ ദി PV ഡയഗ്രം ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് അതർ ദാൻ വാട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച്. പ്യുവർ സബ്സ്റ്റൻസിൻ്റെ PV ഡയഗ്രാം ആണ് വരക്കാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ എന്താ, റൈറ്റ് ദി ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ PV ഡയഗ്രാം, ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ PV ഡയഗ്രാം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ഉണ്ട്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഉണ്ട്. ആദ്യത്തെ സാച്ചുറേറ്റഡ് ലിക്വിഡ് വേപ്പർ റിജീമാണ്, ഇപ്പുറത്ത് കംപ്രഷൻ ലിക്വിഡ് റിജീമാണ്, റൈറ്റ് സൈഡിൽ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പർ റിജീമാണ്. ഏറ്റവും മേളത്തെ പോയിൻ്റാണത് ആ ഒരു, അതിൻ്റെ ഇപ്പുറത്ത് വേപ്പർ ഇപ്പുറത്ത് ലിക്വിഡ് എന്നുള്ള അതിൻ്റെ ആ പോയിൻ്റാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞ് വെച്ചേക്കണം. ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് അറ്റ് വിച്ച് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ വിത്ത് റെസ്പെക്ട് ടു വേപ്പറൈസേഷൻ ആൻഡ് സാച്ചുറേറ്റഡ് വേപ്പർ ഓൺ PV ഡയഗ്രം ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയണം. അതേപോലെ ടെമ്പറേച്ചർ, പ്രഷർ, സ്പെസിഫിക് വോളിയം കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ നമ്മൾ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ആ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷറിനെ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഇനി വോളിയം ഓഫ് 1 mole ഓഫ് എ ലിക്വിഡ് ഗ്യാസ് ലിക്വിഫൈ എന്നർത്ഥമുള്ള ടെമ്പറേച്ചറിനെ മീൻസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ചെയ്യുമ്പോഴാണ് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്. വാട്ടർ ആസ് എ ക്രിട്ടിക്കൽ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ 0.03155 ആണ് എന്ത് വരുന്നത്. അപ്പോൾ ഇത് ആ വാട്ടറിൻ്റെ കേസിലുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഈ പ്രോസസ്സ് എന്താ പോകുന്നത്, AB, അതേപോലെ CD, EF ഓരോ പോയിന്റ്സിൽ സബ്ലിമേഷൻ നടക്കുന്ന ട്രിപ്പിൾ പോയിന്റ്, അതേപോലെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൻ്റെ ബേസിലുള്ള ഇതാണ് കാണിച്ചേക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ, വേപ്പർ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് വിച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അബവ് ഡിസ്റ്റിൻറ്റ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ് എന്താ ഡു നോട്ട് എക്സിസ്റ്റ്. ഇനി വാട്ടറിൻ്റെ കേസിൽ എന്താ 22.12 MPa ആണ് വരുന്നത്. അതേപോലെ 647.14 Kelvin ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും വരുന്നത്. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ടെമ്പറേച്ചർ അറ്റ് ആൻഡ് എബവ് വിച്ച് വേപ്പർ ഓഫ് ദി സബ്സ്റ്റൻസ് കനോട്ട് ബി എന്താ ലിക്വിഫൈ. ഇതിന് മേളിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്തതിനാണ് എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ കേസിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഓരോ കേസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ, ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ വോളിയം, അതിനനുസരിച്ച് എന്താ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. 17th B, 7 മാർക്കിന് തന്നെ. സ്റ്റീം ഇനീഷ്യലി അറ്റ് 0.3 MPa 250 degrees Celsius കൂൾഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഡിറ്റർമൈൻ എന്തൊക്കെയാണ്, ദി വാട്ടർ ടെമ്പറേച്ചർ വിൽ ദി സ്റ്റീം ബിക്കം സാച്ചുറേറ്റഡ് വേപ്പർ ആവുന്ന വാട്ടർ ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദ ക്വാളിറ്റി അറ്റ് 80 degrees Celsius. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ ഹീറ്റ് ട്രാൻസ്പോർട്ട് പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം ഇൻ കൂളിംഗ് ഫ്രം 250 degrees Celsius to 80 degrees Celsius. ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് 300 kPa, അതേപോലെ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 250 degrees Celsius. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തു +273, സോ 523 300. ഇനി പ്രോപ്പർട്ടി ടേബിൾസ് എടുക്കുക. അതിൽ നിന്ന് കറസ്പോണ്ടിങ് വാട്ടർ സ്റ്റീം കറസ്പോണ്ടിങ് 0.3 സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 133.52 എന്ന് കിട്ടും. ഇനി ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 degrees Celsius. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറ്ററിൻ്റെ ടേബിൾ നോക്കുക. അതിൽ നിന്ന് H1 V1 വാല്യൂ കണ്ടുപിടിക്കുക. സോ H1 3069.6 വരും, അതേപോലെ V1 0.8753 വരും. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് പിന്നെ എന്താ, V1 എന്ന് പറഞ്ഞാൽ V2 ഈക്വൽ ആണ്, 0.87535 ആണ് V2 തന്നെ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു സ്പെസിഫിക് വോളിയം V1 V2 ആണ്. അതും സാച്ചുറേഷൻ ടേബിളിനനുസരിച്ച് എന്താ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുണ്ടാവും. V at 120 degrees Celsius 0.8913 വരും, അതേപോലെ തന്നെ 125 0.77 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സ്പ്രഷൻ സാച്ചുറേറ്ററിൻ്റെ ബേസിലുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടെമ്പറേച്ചർ അറ്റ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ 120.66 എന്ന് കിട്ടും. ഈ ക്വാളിറ്റി ഓഫ് സ്റ്റീം അറ്റ് 80 degrees Celsius സിമിലർലി നോക്കുമ്പോൾ VFൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 0.001, VG 3.4 ആണ്. സോ V1 = V2 = VF പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ ബേസിൽ X2 × VG - VF എന്ന് എടുക്കുക. അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും, 0.257 V1 = V2യുടെ കേസ് കിട്ടും.
ഈ എൻതാൽപ്പിയാണ് കറസ്പോണ്ടിങ് 80 ഡിഗ്രി സെൽഷ്യസിൽ വേണ്ടത്. H2 = HF2 + X2 × HFG2 ആണ്. HF2ഉം HFG2ഉം X2 നമുക്കിപ്പോൾ കിട്ടി. സോ അതിനെ ബേസ് ചെയ്തിട്ട് എന്താ H2 എന്ന് പറയുന്നത് 928 വരും. ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 - H2 ആണ്. ഓൾറെഡി നമുക്ക് H1 കിട്ടിയിട്ടുണ്ട്, H2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ H1 - H2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി കിട്ടും. അപ്പോൾ സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ 120.66, ക്വാളിറ്റി ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ 0.257, ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ 2141. ക്ലിയർ, സിമ്പിളാണ്. പക്ഷേ സ്റ്റീം ടേബിൾ കറക്റ്റായിട്ട് നോക്കാൻ അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്താ വാല്യൂസ് എടുക്കുക. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത 18th ക്വസ്റ്റ്യൻ 7 മാർക്ക് തന്നെയാണ്. വാട്ട് ആർ വൈറൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? ഡിഫൈൻ കംപ്രസബിലിറ്റി ഫാക്ടർ. ഓൾസോ ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ viral expansion coefficient B' and B, C' and C, D' and D for real gas ആണ്. അപ്പോൾ വൈറൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു പോളിനോമിയൽ സീരീസ് ആണ്. ഇതിൻ്റെ ഡെൻസിറ്റി ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലിസിറ്റ് ഇൻ പ്രഷർ ആൻഡ് എന്താ ഡിറൈവ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസം ആണ്. സോ ഇത് B RT റോ പ്ലസ് RT റോ സ്ക്വയർ B പ്ലസ് RT റോ ക്യൂബ് C ആ രീതിയിൽ പോകും. അപ്പോൾ പാരാമീറ്റർ ബിയും സി എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡ് തേർഡ് വൈറൽ കോഎഫിഷ്യൻ്റ് എന്ന് അറിവാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഫോർ പ്യുവർ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് എന്ത് BC എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വൺ റീസൺ ഫോർ ഇക്വേഷൻ polarity is that the coefficient in the ബിയും സി എന്ന് പറഞ്ഞാൽ എന്താ റിഫ്ലക്റ്റഡ് ടു പാരാമീറ്റർ ക്യാരക്ടറൈസിങ് എന്താ ഇന്റർമോളിക്കുലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് എന്താ ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് എന്താ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഫോർ റിയലിസ്റ്റിക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അവൈലബിൾ എന്താ തേർഡും ഹയർ വേരിയബിൾ കോഎഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറൽ ഇക്വേഷൻ ഓൾസോ ട്രങ്കേറ്റഡ് കണ്ടെയ്ൻ എന്താ സെക്കൻഡും തേർഡും വൈറൽ കോഎഫിഷ്യൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം? Z = 1 + B റോ + C റോ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് എന്താണ് റോ > റോ C/2 നമുക്ക് നോട്ട് ബി യൂസ്ഡ് ആണ്. ഡെൻസിറ്റി അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഹയർ വൈറൽ കോഎഫിഷ്യൻസ് നമുക്ക് എന്താ വേണം. ഓക്കെ, ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മളോട് പറഞ്ഞേക്കണം എന്താ കംപ്രസബിലിറ്റി ഫാക്ടറാണ്. അപ്പോൾ കംപ്രസബിലിറ്റി ഫാക്ടർ Z എന്ന് പറയുന്നിടത്ത് കംപ്രഷൻ ഫാക്ടറിലെ ഗ്യാസ് ഡീവിയേഷൻ ഫാക്ടർ എന്ന് പറയാം. ഡിസ്ക്രൈബ് ദി ഡീവിയേഷൻ ഫോർ റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആയിട്ടുള്ള ഡീവിയേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് മോളാർ വോളിയം ഓഫ് ഗ്യാസ് ടു ദി മോളാർ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസിന് നമുക്ക് എന്ത് പറയാം? ഈ ഒരു കംപ്രസബിലിറ്റി ഫാക്ടർ എന്ന് പറയാം, സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും. അപ്പോൾ റിലേഷൻഷിപ്പ് ഫോർമുല Z = P/ρ R Z സ്പെസിഫിക് ടെമ്പറേച്ചർ എന്ന് പറയാം. Z എന്ന് പറയുന്നത് കംപ്രസബിലിറ്റി ഫാക്ടർ, P പ്രഷർ, റോ ഡെൻസിറ്റി, R എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ റിലേഷൻഷിപ്പിൽ ρ = nRT/V ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നതിന് സിംപ്ലിഫൈ ചെയ്ത് എന്താ ഈ രീതിയിൽ വരും. അതേപോലെ വാണ്ടർവാൾ ഇക്വേഷൻ എന്ന് പറയുന്നത് RT1 - B/Vm ഇൻവേഴ്സ്/Vm - A/Vm² എന്നാണ് വന്നത്. അപ്പോൾ വാണ്ടർവാൾ ഇക്വേഷൻ അതേ സംഭവത്തിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P = RT/Vm × 1 - B/Vm all inverse - A/RT/Vm എന്ന് പറയും. ഈ രീതിയിൽ നമുക്ക് എന്താ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി ടൈലർ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 - B/Vm all inverse = 1 + B/Vm + B² M ആ രീതിയിൽ പോകും. അതിൽ നിന്ന് നമുക്ക് എന്താ P = RT/Vm ഈ എക്സ്പ്രഷൻ വരും. അപ്പോൾ കമ്പയർ ചെയ്ത് കോഎഫിഷ്യൻ്റ് ചെയ്യാൻ നേരത്ത് B എന്ന് പറയുന്നത് എന്താ ഈ ഒരു സംഭവം B - A/RT എന്ന് വരും. അതിൽ C = എന്താ B² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മെയിൻ ബി ഡിനോട്ടേഷൻ വേറെ രീതിയിലായിരിക്കും എടുത്തേക്കുന്നത്. ഇത് ഞാൻ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ ക്ലാസ്സിലെ ഡെറിവേഷൻ പഠിച്ചപ്പോൾ യൂസ് ചെയ്ത ഡിനോട്ടേഷൻസും കാര്യങ്ങളും വെച്ച് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴുള്ള ഡിനോട്ടേഷനും എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ ഡിനോട്ടേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എനിവേ എന്താണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഫസ്റ്റ് 2 കേസ് വൈറൽ ഇക്വേഷൻ, കംപ്രസിബിൾ ഫാക്ടർ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ആ ഒരു ഡെറിവേഷൻ സംഭവത്തിലേക്ക് എന്താ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് 1 കേസ് വരുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണമെങ്കിൽ വാണ്ടർവാൾ ഇക്വേഷൻ ഡെറിവേഷൻ്റെ കേസിലായാലും ബേസ്ഡ് ഓൺ എന്താ കറക്റ്റിംഗ് പ്രഷർ ആൻഡ് വോളിയം ഗ്യാസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് വാണ്ടർവാൾ. അപ്പോൾ കുറച്ച് അസംഷൻസ് നമ്മൾ നോക്കണം. വാണ്ടർവാൾ അസ്യൂം ദാറ്റ് ഗ്യാസസ് പാർട്ടിക്കിൾ എന്താ ആർട്ട് സ്പിയേഴ്സ് ആണ്, ഹാവ് ഡെഫിനിറ്റ് വോളിയം, ഹെൻസ് കനോട്ട് ബി കംപ്രസ് ബിയോണ്ട് ലിമിറ്റ് ആണ്. 2 പാർട്ടിക്കിൾ ക്ലോസ് റേഞ്ച് ഇൻട്രാക്ട് ചെയ്യും ആൻഡ് എക്സ്ക്ലൂസീവ് അറൗണ്ട് ആണ്. അപ്പോൾ വോളിയം കറക്ഷൻ ഇൻ വാണ്ടർവാൾ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നതാണ്. അതിൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസും അതേപോലെ തന്നെ റിയൽ ഗ്യാസിൻ്റെ കേസ് VR VI - B എന്ന് പറയും. പാർട്ടിക്കിൾസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു വോളിയം ഓഫ് 1 പാർട്ടിക്കിൾ വരും. സോ
n 4/3 പൈ ആർ ക്യൂബിൻ്റെ രീതി വരും. പാർട്ടിക്കിൾസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്താ ഇൻട്രാക്ട് ചെയ്യില്ല. ഇനി വാണ്ടർവാൾ കൺസിഡർ എന്താ 2 ഹാർഡ് സ്പിയേഴ്സ് കം ക്ലോസും ടച്ച് ആയിട്ട് വരും. ആൻഡ് ദേ വിൽ നോട്ട് ബി അലൗഡ് ടു അതർ പാർട്ടിക്കിൾസ് എന്താ എക്സേർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ 2 സ്പിയർ മോഡലിൻ്റെ കേസിൽ ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ 2r ആവും. So 4/3 pi 2r cube equal to 8 into 4/3 pi r cube equal to എന്താ 8 volume of single particle 8 times ആയിരിക്കും വന്നത്. So each of 2 particle has എന്താ sphere of influence ഉണ്ടാവും. 4 times the volume of particle ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ വോളിയം കറക്ഷൻ ഓഫ് ഹീറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ is not the volume of എന്താ particle but 4 times of it ആയിരിക്കും എന്ത് വരുന്നത്. So p equal to 4 into 4/3 pi r cube വരും. വോളിയം കറക്ഷൻ ഫോർ n പാർട്ടിക്കൽ എന്ന് പറയുമ്പോൾ NB equal to 4n into 4/3 pi r cube. സോ വോളിയം ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ VA minus NB എന്ന് വരും. ക്ലിയർ. ഇനി പ്രഷർ കറക്ഷൻ്റെ കേസ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതിൽ derive the equation of law of corresponding state from van der Waals equation of state. What is the significance of expression? സോ ആ ഒരു ഫസ്റ്റ് കേസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത് ഈ കേസിലേക്ക് എത്തി. ഇനി പ്രഷർ കറക്ഷൻ ഫാക്ടറിങ് വാൻ ഡർ വാൾ ഇക്വേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ഗ്യാസസ് പാർട്ടിക്കിൾ ഇൻട്രാക്ട് ചെയ്യില്ല. ഇൻസൈഡ് പ്രഷറിൻ്റെ കേസിൽ എന്താണ് ഇൻട്രാക്ഷൻ ക്യാൻസൽ ചെയ്യും. അതേപോലെ തന്നെ വാളിൻ്റെ കേസിലും അതേ എഫക്റ്റ് വരുന്നുണ്ട്. ബൾക്ക് മോളിക്യൂൾസിന് പുള്ളിങ് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ റിയൽ ഗ്യാസിൻ്റെ കേസിൽ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് എന്താ ലോ പ്രഷർ ഷോൺ ബൈ എന്താണ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ റിഡക്ഷൻ ഇൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻ ബൾക്കാണ്. സോ ആൽഫ സ്ക്വയർ ടൈംസ് അപ്പോൾ ആൽഫ n square by v square equal to n square by v square a എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ പ്രഷർ ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ PA ഈക്വൽ ടു PR ഇൻറ്റു A n സ്ക്വയർ ബൈ v സ്ക്വയർ വരും. നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും PR A n സ്ക്വയർ ബൈ v സ്ക്വയർ ഈക്വൽ ടു VA മൈനസ് NB അവിടെ നിന്ന് NRT എന്ന് വരും. സോ ജനറലി നമുക്ക് എന്താ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. സോ എയും ബി എന്ന് പറഞ്ഞാൽ വാൻ ഡർ വാൾ കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. കണ്ടെയ്ൻ പോസിറ്റീവ് വാല്യൂസ് ആണ്. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലും എക്സ്പ്രഷൻസ് നമ്മൾ നോക്കാൻ നേരത്ത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച അതേ എക്സ്പ്രഷൻ ഫോളോ ചെയ്യുക. വാൻ ഡർ വാൾ ഇക്വേഷൻസ് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ സംഭവം വെച്ച് തന്നെ എഴുതാം. മെയിനായിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാം. ഇനി വാട്ട് ഈസ് ദ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എംപെരിക്കൽ ഇക്വേഷൻ ആണ്. അക്കോർഡിംഗ് ടു വിച്ച് എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഈ സെയിം വെൻ ദീസ് ഗ്യാസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടു റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ പ്രഷർ വോളിയം ആൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ വാൻ ഡർ വാൾ ഇക്വേഷൻ അനുസരിച്ച് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഓൾ ഫ്ലൂയിഡ്സ് ഹാവ് സെയിം കംപ്രസിബിലിറ്റി ഫാക്ടർ ആൻഡ് ഓൾ ബിഹേവ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ് ബട്ട് അറ്റ് റെഡ്യൂസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ റെഡ്യൂസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എന്താണ് എല്ലാ ഫ്ലൂയിഡ്സിനും സെയിം കംപ്രസിബിലിറ്റി ഫാക്ടറാണ്. അതേപോലെ തന്നെ എന്താ ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് എന്ത് ബിഹേവ് ചെയ്യണമെന്നാണ് വാൻ ഡർ വാളിൻ്റെ ബേസിൽ എന്താ ഈ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് പറയണം. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കംപ്രസിബിലിറ്റി ഫാക്ടർ ആണ്. അതേപോലെ തന്നെ എന്താ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിഹേവിയർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ റെഡ്യൂസ് ആവുന്നത്. ഇനി ലാസ്റ്റ് കാര്യം പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറും പ്രഷറിൻ്റെ കേസിലും സം ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ ഐഡിയൽ ഗ്യാസിലോ ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ. സോ അതാണ് എന്ത് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ മോഡ്യൂൾ 4 വരുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ പഠിക്കുക. അതേപോലെ തന്നെ സ്റ്റീം ടേബിൾ നോക്കാൻ അറിയുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ സെക്ഷൻ മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ താങ്ക് യു.